കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് തിരിച്ചടി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ 4-5 പ്രാവശ്യമായിട്ട് സമൻസ് തോമസ് ഐസക്കിന് കൊടുത്തു. അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു, ഹാജരായില്ല. വീണ്ടും കിഫ്ബി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. കിഫ്ബിയുടെ നടപടി റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹം ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് ഇത്ര പേടി അവരുടെ മുമ്പിൽ പോകുന്നതിന്? അത് അവിടെ പറയാനുള്ള വിവരങ്ങൾ അവിടെ പറയണം. അത് ഇന്റരിം സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. അതൊരു നിയമപരമായ നടപടിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം കോടതി അത് സ്റ്റേ അനുവദിച്ചില്ല. ഇന്ന് ഹാജരാകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷെ അദ്ദേഹം ഇന്ന് പോയില്ല. പക്ഷെ ഇന്ന് കോടതി അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ തള്ളി. നമുക്കറിയാം കിഫ്ബിയുടെ മസാല ബോണ്ടിൻ്റെ പ്രശ്നങ്ങൾ. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് മസാല ബോണ്ട് ഇറക്കിയത്. മസാല ബോണ്ടിന് പേര് വരാൻ കാരണം ഇന്ത്യയുടെ കറി, സ്പൈസസ് അതൊക്കെ ഉദ്ദേശിച്ച് അത് വേൾഡ് ഫേമസ് ആണ്. അതുകൊണ്ടാണ് ആ ബോണ്ടിന്, ഇന്ത്യൻ റുപ്പിയിൽ ഇറക്കുന്ന ബോണ്ടിന് മസാല ബോണ്ടെന്ന് പറയാൻ തന്നെ കാരണം. വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ റുപ്പിയിൽ ഡോളറിന് പകരം കേരള ഗവൺമെന്റിന് ഫൈനാൻസ് കൊടുക്കാം. അതാണ് മസാല ബോണ്ട്. അപ്പൊ അങ്ങനെ വെളിയിലുള്ള ഇന്ത്യക്കാർക്ക് കേരള ഗവൺമെന്റിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ മസാല ബോണ്ട് വാങ്ങിക്കാം. ആ ബോണ്ടിന് പലിശ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് ഫോറിൻ കറൻസി കൊടുക്കണ്ട, ഡോളർ കൊടുക്കണ്ട, ഇന്ത്യൻ കറൻസിയിൽ തന്നെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആ പണം എത്തിക്കുകയും ചെയ്യും. അത് വേൾഡ് ബാങ്കിന്റെ ഒരു സബ്സിഡറി ബാങ്ക് തന്നെയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അതുകൊണ്ട് പണം നഷ്ടപ്പെടുകയില്ല. വേൾഡ് ബാങ്കിന്റെ അംഗീകാരമുള്ള ബാങ്കാണ് IFSC എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഡോളർ സേഫായിട്ട് കൈയിരിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി അവർക്ക് വാങ്ങിക്കാം, അത് കൊടുക്കാം. ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള കൈമാറ്റത്തിൽ അല്പസ്വല്പം ലാഭവും അവർക്ക് ലഭിക്കും. അതുപോലെ ബോണ്ടുകൾ, കിഫ്ബിയുടെ ബോണ്ടുകൾ വാങ്ങിക്കാം. എന്തായാലും അത് ആയിരക്കണക്കിന് കോടി രൂപ കിഫ്ബിക്ക് വേണ്ടി വാങ്ങിക്കുകയും ചെയ്തു. അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യൻ ഒറിജിനുള്ള ഇൻവെസ്റ്റേഴ്സ് അത് ബോണ്ട് ധാരാളം പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് വിദേശ നാണയ വിനിമയത്തിനകത്ത് ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ED അത് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ സമൻ ചെയ്ത് അതിന്റെ വിവരങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ 4-5 പ്രാവശ്യം അദ്ദേഹത്തിന് സമൻസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരായില്ല. അദ്ദേഹം ഹാജരാകാൻ തയ്യാറുമില്ല. അത് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അറസ്റ്റിലേക്ക് എങ്ങാനും വരാനുള്ള സാധ്യത കൂടിയത് കൊണ്ട് ഹൈക്കോടതിയിലെ അദ്ദേഹം അത് തനിക്കെതിരായിട്ടുള്ള നടപടികൾ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. താൻ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, അത് ഒഫീഷ്യലായിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പം താൻ ആ മന്ത്രിസഭയുടെ ഭാഗമല്ല, ധനകാര്യ വകുപ്പിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവരോട് ചോദിക്കണം, എനിക്കതേപ്പറ്റി അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അത് പരിഗണിച്ചു. അതുകൊണ്ട് അതൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, അവിടെ ഹാജരാകണം, അത് തടയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.